എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ സ്നേഹവന്ദനം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 21-ാമത് വചനം. മകനെ, ജ്ഞാനവും വകതിരിവും കാത്തുകൊള്ളുക, അവ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുത് എന്നുള്ള വചനമാണ്. 21 മുതൽ 25 വരെയുള്ളതായ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ നാം വളരെ ശ്രദ്ധയോടുകൂടി കാത്തുകൊള്ളുകയും നഷ്ടപ്പെടാതെ സൂക്ഷിക്കുകയും ചെയ്യേണ്ടതും മാറിപ്പോകാതെ വണ്ണം നമ്മുടെ ജീവിതത്തിൽ നാം കരുതേണ്ടതുമായ ഒന്നാണ് ജ്ഞാനവും വകതിരിവുമെന്ന് നമ്മെ ഓർപ്പിക്കുകയാണ്. അത് നാം കാക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുന്നു എങ്കിൽ അവ നമുക്ക് എന്തൊക്കെ നന്മകൾ നൽകുന്നു എന്നുകൂടി ഓർപ്പിക്കുന്നുണ്ട്. അത് നിനക്ക് ജീവൻ നൽകുന്നതാണ്, നിന്റെ കഴുത്തിന് അലങ്കാരമായിരിക്കും, നിനക്ക് വഴി നടക്കുമ്പോൾ നിർഭയമായി വഴി നടക്കുന്നതിനും നിന്റെ കാൽ ഇടറിപ്പോകാതെ വണ്ണം നിന്നെ നിലനിർത്തുന്നതിനും അത് കാരണമായി തീരുമെന്ന് ഓർപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, നീ കിടക്കാൻ പോകുമ്പോൾ നീ പേടിക്കയില്ലെന്നും നിന്റെ ഉറക്കം സുഖകരമായിരിക്കുമെന്നും പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിനകത്തു വരുന്ന എല്ലാ പേടികളിൽ നിന്നും നാശങ്ങളിൽ നിന്നും നിങ്ങളെ രക്ഷിക്കുകയും നിങ്ങളെ നിലനിർത്തുകയും ചെയ്യുന്നതുമാണ് ജ്ഞാനവും വകതിരിവുമെന്ന് ഇവിടെ ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ നന്മയ്ക്കും ഉയർച്ചകൾക്കും അനുഗ്രഹങ്ങൾക്കുമൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് ജ്ഞാനവും വകതിരിവുമെന്ന് നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. ഇവിടെ ഓർമ്മപ്പെടുത്തുന്ന ശലോമോൻ തൻ്റെ ജീവിതത്തിനകത്ത് ദൈവം തനിക്ക് കൊടുത്തതായ ജ്ഞാനവും ആ നിലകളിലുള്ള തൻ്റെ ജീവിതവുമാണ് തൻ്റെ ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ മണ്ഡലങ്ങളിൽ, ഉന്നതമായ മണ്ഡലങ്ങളിൽ തനിക്കെത്തിച്ചേരുവാനും മറ്റുള്ളവർ തന്നെ ആദരിക്കുന്നതിനും ബഹുമാനിക്കുന്നതിനും കാരണമായി തീർന്നതിൻ്റെ പിന്നിലും ശലോമോന് ദൈവം കൊടുത്ത ജ്ഞാനത്തിൻ്റെ പങ്കാളിത്തം വലുതായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശലോമോൻ നമ്മോടും ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ ജീവനും അലങ്കാരത്തിനും ധൈര്യത്തിനും നിലനിൽപ്പിനും ഒക്കെ വേണ്ടി നിങ്ങളും ജ്ഞാനവും വകതിരിവുമുള്ളവരായി തീരണമെന്നും അത് നാം കാത്തുകൊള്ളുകയും അതിൽ നിന്നും മാറിപ്പോകാതെ വണ്ണം നാം നിലനിൽക്കണമെന്നും ഓർമ്മപ്പെടുത്തുന്ന ആ ആഴമായ സന്ദേശങ്ങളെ നാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെയും ജീവിതത്തിൻ്റെ നന്മയ്ക്കും അനുഗ്രഹത്തിനും നിലനിൽപ്പിനും വേണ്ടി വിശേഷമായ ദൈവിക ജ്ഞാനവും വകതിരിവും പ്രാപിച്ച് നമ്മുടെ ജീവിതം മുൻപോട്ട് കഴിക്കാം. അതിന് എൻ്റെ കേൾവിക്കാരായ നിങ്ങൾക്കെല്ലാവർക്കും
ദൈവം കൃപ നൽകട്ടെ. കരുണയുള്ള ദൈവമേ, അങ്ങയിൽ നിന്ന് ലഭ്യമാകുന്ന ജ്ഞാനവും വകതിരിവും ഞങ്ങളുടെ മേൽ പകർന്നിട്ട് അത് ഞങ്ങൾക്ക് നന്മയും അനുഗ്രഹവും ശ്രേഷ്ഠതയ്ക്കും കാരണമായി തീരേണ്ടതിനും ഭയം കൂടാതെ കെണികളിലകപ്പെടാതെ ഞങ്ങൾ മുൻപോട്ട് യാത്ര ചെയ്യുന്നവരുമായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.